സാറേ സാറേ രാവിലെ 8 മണിയായി സാറേ. ഇന്നലെ രാത്രി സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതാ പിന്നെ രാത്രി ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത്. ഞാനൊന്ന് മോഹം കഴിയിട്ട് വരാം. അപ്പം സാറ് വീട്ടിൽ പോണില്ലേ? ആ പോണം. അതിനും എനിക്ക് ഒന്നുകൂടെ വേണം. ആ ശരി. പെട്രോൾ വിലയിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ പ്രധാനമന്ത്രി വന്നുപോയതിന് തൊട്ടു പിന്നാലെയുണ്ടായ വില വർധനവ് കേരളത്തിലെ ജനങ്ങൾക്ക് പാർട്ടിയുടെ മേലുണ്ടായിരുന്ന വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ വീണ്ടും അഴിച്ചുപണിക്ക് സാധ്യത. പൊതുമുഖങ്ങൾ ഹലോ ആൻ, പ്ലീസ് നീ ആ സീഡിലുള്ളതൊന്നും വിശ്വസിക്കരുത്. ഞാൻ നിന്നോടെല്ലാം പറയാൻ തുടങ്ങായിരുന്നു. ഈ കുമ്പസാരം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ആൽബി. ഞാൻ പോവുക. ആ സീഡി ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. അത് ഞാൻ ആൽബിക്ക് തരുന്നവർ ഒരു ഔദാര്യം മാത്രമാ. ബൈ. നഗരത്തെ മുൻമുനയിൽ നിർത്തിയ യുവജന നേതാവ് ജയശങ്കറിന്റെയും ഹോട്ടൽ വ്യവസായി വസു എന്ന വസുദേവൻ നമ്പൂതിരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആൽബിടി ഒന്നും മിണ്ടാൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഇരുവരുടെയും ഉറ്റച്ചങ്ങാതിയും സബ് ഇൻസ്പെക്ടറുമായ റോയ് തോമസിന് ഈ കൊലപാതകവുമായി ബന്ധമുളവാകുന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഇന്ന് പുലർച്ചെ 2:30 അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയ റോയിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. റോയ് സർ പ്ലീസ് ഒന്ന്. എടാ സത്യത്തിൽ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ സത്യത്തിൽ ഇതിനെല്ലാം കാരണം അന്ന് നിന്റെ തോക്ക്. ആ തോക്ക് അതാ എനിക്ക് മനസ്സിലാവാത്ത. ആ തോക്ക് അന്ന് രാത്രി ആരാ എടുത്തിരിക്കുക? അതല്ല, ഒരിക്കലും അൺനോൺ നമ്പർ. ആ അൺനോൺ നമ്പർ അവൻ ഇതെല്ലാം ചെയ്യുന്നു. നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വക്കീല് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ ചെന്ന് അലമാരെന്ന് കുറച്ച് കാശ് എടുക്കണം. വക്കീലിന് കൊടുക്കാനാ. വീടിന്റെ താക്കോല് ഡോറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നീ ചെയ്തു തരണം സർ. വെൽക്കം ആൽബി. ഞാൻ വാക്ക് പാലിച്ചു. നിന്നോട് പറഞ്ഞതുപോലെ ഇന്നത്തെ കൂടിക്കാഴ്ച. ഇന്നലെ വരെ നീ വേട്ടയാടപ്പെടുകയായിരുന്നു.
പക്ഷേ ഇന്ന് എനിക്ക് മുന്നിൽ നീ ഇരയെ കണ്ട വേട്ടക്കാരനാണ്. എനിക്ക് വേണ്ടത് കുറച്ച് സാവകാശമാണ്, എന്റെ വാക്കുകൾ കേൾക്കുവാനുള്ള സാവകാശം. ഈ ഗണ്ണും എന്റെ ഈ പാതി ശരീരവും മതി ഇപ്പൊ നിന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ. ഏതൊരാണും അവന്റെ പെണ്ണിന് ചാർത്തി നൽകുന്നൊരു സത്യമുണ്ട്, മിന്ന് എന്ന സത്യം. പക്ഷേ ആ ഇത്തിരി പൊന്നുരുകി ചെമ്പാകാൻ അധിക സമയമൊന്നും വേണ്ട. മറ്റൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രം മതി. നിനക്ക് സംഭവിച്ച അത് തന്നെയാണ് ആൽബി. മനം മയക്കുന്ന ഒരു പെണ്ണിന് മുന്നിൽ മയങ്ങിപ്പോയ നിന്റെ മനസ്സ്. അതായിരുന്നു എന്റെ ട്രംപ് കാർഡ്. എന്റെ വാക്കുകൾക്കനുസരിച്ച് നീ കളിച്ച നാടകത്തില് നിനക്കും നിമ്മിക്കും കൂടാതെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നു. ഗൗതം, വിഷ്ണു, നിമ്മിയുടെ ഇല്ലാത്ത ഭർത്താവ്. യഥാർത്ഥത്തിൽ ഇത് ഗൗതം. നിന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിമ്മിയിലും മികച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. സർവീസ് സെന്ററിലാ. ഞാൻ നമ്മുടെ കാർ പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പൊ എത്തും. ആൽബി, എനിക്ക് നിന്നെ അർജന്റായി കാണണം. നീ എവിടെയാ? അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇവിടെ കുറച്ചകലെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ടാക്സി ഡ്രൈവർ നിങ്ങളെ സെറ്റ് ചെയ്ത ഹോട്ടലിലെത്തിക്കും. ഹോട്ടലിലെ റൂം ബോയ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പാക്കറ്റിൽ റെഡ് പാക്കറ്റ് ആൽബിക്ക് കൊടുക്കണം. അതിൽ റേപ്പ് ഡ്രഗ് ഉണ്ട്. അത് കഴിച്ചാൽ മിനിറ്റുകൾക്കകം അവൻ മയങ്ങി വീഴും. ഗൗതം, കം. എല്ലാം ഓക്കെ അല്ലേ? ഡ്രഗിന്റെ എഫക്ട് 7 മണിക്കൂറുണ്ടോ? സോ ഹി വിൽ ഗെറ്റ് അപ്പ് എനി ടൈം. കാലത്തും ഓരോ വേഷത്തിലെത്തി അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? ഒരു വലിയ കള്ളം. അതായിരുന്നു ഞങ്ങളുടെ സത്യം, ഞങ്ങളുടെ മാത്രം സത്യം. ആ സത്യം നിനക്കറിയണ്ടേ? കോളേജിലെ അവസാന ദിവസം കഴിഞ്ഞുള്ള യാത്ര നിനക്ക് ഓർമ്മയുണ്ടോ?